ബിഗ് ബോസ് സീസൺ 7 അങ്ങനെ 50ാമത്തെ എപ്പിസോഡിൽ വന്നു ചേർന്നിരിക്കുന്നു. ഡേ 49 ആണ് ലാലേട്ടൻ്റെ സൺഡേ എപ്പിസോഡ്. സ്റ്റാർട്ട് ചെയ്തത് ഒരു കഥാപ്രസംഗം. രണ്ട് ടീം ഉണ്ടായിരുന്നു. ഒന്ന് അനുമോളുടെ ടീം, ഒന്ന് അക്ബറിൻ്റെ ടീം. ഇറ്റ് വാസ് ടു ഗുഡ്, ഫണ്ണി ആയിരുന്നു. രണ്ടിതിൽ എനിക്കൊരു ബെസ്റ്റായി തോന്നിയത് അക്ബറിൻ്റെ ആയിരുന്നു. അതായത് ഒരു ഒരു കഥാപ്രസംഗം എങ്ങനെ ആയിരിക്കണം, അതായത് കുറച്ച് പാട്ടുകളും കാര്യങ്ങളൊക്കെ കയറ്റി. ഇറ്റ് വാസ് ടു ഗുഡ്. ഓരോ കോണ്ടസ്റ്റൻസിനെ പ്രസൻറ്റ് ചെയ്ത രീതി നൈസ്. അക്ബറിൻ്റെ ടീം, അക്ബർ കുറച്ച് ട്രോളും നല്ലൊരു ട്രോൾ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അക്ബറിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട്. അക്ബർ, ബിന്നി എല്ലാവരും നല്ലോണം ചെയ്തു. ഇറ്റ് വാസ് ടു ഗുഡ്. അതുപോലെ തന്നെ റന ഫാത്തിമ, ആര്യൻ, അവരുടെ വേ ഓഫ് പ്രസൻറ്റേഷനും ഡാൻസിങ്ങും ഇറ്റ് വാസ് ഫണ്ണി ആക്ച്വലി. അത് കഴിഞ്ഞ് നേരെ സ്വയം വിലയിരുത്തുകൾ, അവരുടെ ഹാപ്പി തിങ്, റിഗ്രറ്റ് ചെയ്തൊരു മൊമെൻറ്റ്, പിന്നെ തേർഡ് എന്തിന് ഓഡിയൻസ് അവർക്ക് വോട്ട് ചെയ്യണം. ഈ 3 തിങ്സിന് അവർ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതിൽ ഷാനവാസ് സെഡ് സോറി ടു നെവിൻ അബൌട്ട് ദാറ്റ് കോൺട്രവേഴ്സി. അത് ലാലേട്ടൻ ഒരുപാട് വലിയ ഇഷ്യൂ ആക്കാണ്ട് നല്ലൊരു രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു. അത് എടുത്ത് പൊന്തിച്ച് വരേണ്ട റീസൺ അതിലില്ല. നോർമലി അതൊരു വളരെ ഒരു ചീപ്പായിട്ടുള്ളൊരു ഒരു പഴങ്ങിയ ഒരു കോണ്ടന്റ് ആയിരുന്നു. ലാലേട്ടൻ നന്നായിട്ട് അത് മാനേജ് ചെയ്തു. ഇതിൽ ഡിസ്കഷനിൽ തന്നെ വന്നിട്ടില്ല. ദാറ്റ് വാസ് ടു ഗുഡ്. ഐ ലൈക്ക് ദ വേ ലാലേട്ടൻ ഹാൻഡിൽഡ് ഇറ്റ്. ഷാനവാസ് എന്നിട്ട് അത് സോറി പറഞ്ഞു നെവിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ് ആര്യന് റിഗ്രറ്റ് അടിച്ചതൊന്നും മറ്റേ ശൈത്യയുടെ സ്റ്റോറി ടെല്ലിങ്ങിൽ അതും ആര്യൻ ഇന്ന് പറഞ്ഞു സോറി. ഇന്നത്തെ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴും ഡേ 49 എപ്പിസോഡിലാണെങ്കിലും ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നെവിൻ വളരെ ഡ്രമാറ്റിക് ആയിരുന്നു. ഭയങ്കര ഇന്നലത്തെ അതേ സെയിം ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും. ഈവൻ ഇനീഷ്യൽ സ്റ്റേജിൽ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. 50 എപ്പിസോഡിൻ്റെ കേക്ക് കട്ടിങ് സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും മൂപ്പറുകൾ ഭയങ്കര ഡ്രമാറ്റിക് ആയിരുന്നു. പിന്നെ ഷാനവാസ സോറിയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ മുഖമൊക്കെ മാറി കുറച്ചുകൂടി ബെറ്റർ മോഡിലോട്ട് വന്നു നെവിൻ. അത് കഴിഞ്ഞ് പിന്നെ എവിക്ഷനിലത്തെ 6 പേര് സെപ്പറേറ്റ് ഇരിക്കാൻ പറഞ്ഞു ലാലേട്ടൻ. 6 പേര് സെപ്പറേറ്റ് ഇരുന്നു. എന്നിട്ട് അവരുടെ ഫേവറേറ്റ് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ നല്ല കാര്യങ്ങൾ ഇതൊക്കെ പറയാൻ പറഞ്ഞു. അവരെ ഹാപ്പി മൊമെൻറ്റ്, അവർക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി മൊമെൻറ്റ് വരുന്നത് എപ്പോഴാണ്. അപ്പോൾ അത് ഓരോ ആൾക്കാർ ഓരോ റീസൺസ് പറഞ്ഞ് 6 പേര് അതിൽ സെലക്ട് ചെയ്തു. ഈ 6 പേര് ഒന്ന് പിന്നെ ഇപ്രാവശ്യത്തെ എവിക്ഷൻ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പേര് കൊടുത്തും ഗാർഡൻ ഏരിയയിലോട്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് ലാലേട്ട പോട്ടിൽ നിന്ന് ഒരു നമ്പർ എടുക്കും. എന്നിട്ട് ആ നമ്പർ ഓരോ ആൾ വെച്ചിട്ട് ഒരു കോയിൻ ചുരണ്ടിയിട്ട് അതിലുണ്ടാവും. ആ ചുരണ്ടിന കോയിനിൽ നമ്പർ ലാലേട്ടൻ ഏത് നമ്പർ എടുക്കുന്നത് ആ കോയിൻ അവിടെ നിന്ന് എടുത്തിട്ട് ചുരണ്ടണം. എന്നിട്ട് ഇതിൽ കാണിക്കും, ക്യാമറയിൽ കാണിക്കും വെദർ സേവ്ഡ് ആണോ എവിക്റ്റഡ് ആണോ. സേവ്ഡ് ആണെങ്കിൽ നല്ലൊരു പാട്ടൊക്കെ ആയിട്ട് ദേ ക്യാൻ ബ്രിങ് ദാറ്റ് കോണ്ടസ്റ്റന്റ് ഇൻസൈഡ് ദ ഹൗസ്. ആദ്യം ആര്യനായിരുന്നു, അനുമോളും ആണ് വന്നത് സേവ് ചെയ്തു. നല്ല പാട്ടൊക്കെ കളിച്ച് അവർ സേവായി. സെക്കൻഡ് അനീഷ് വന്നു. അനീഷ് എടുത്ത കോയിൻ ഷാനവാസ് സേവ്ഡ് എന്ന് കാണിച്ചു. പിന്നെ ജിഷിൻ വന്നു. ജിഷിൻ എടുത്ത കോയിൻ സാബുമാൻ കിടിലൻ ഡാൻസർ ആട്ടോ, ഒന്നും പറയില്ല. സാബുമാൻ ബി മെറ്റീരിയൽ അല്ലെങ്കിലും നല്ലൊരു കിടിലൻ ഡാൻസറാണ്. ഇപ്പോഴും ബി മാനേജ്മെൻറ്റിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിന് സാബുമാൻ ഇൻസൈഡ് ബി ഹൗസ്? ഒന്നും അറിയില്ല, ഒരു പാവം സാധുവാണ് സാബുമാൻ. നല്ല കിടിലൻ ഡാൻസറൊക്കെയാണ്. ബട്ട് ബിക്ക് പറ്റിയൊരു കോണ്ടസ്റ്റൻ്റേ അല്ല സാബുമാൻ. അത് കഴിഞ്ഞ് പിന്നെ അഭിലാഷ് വന്നു. അതിൽ ആദില സേവായപ്പോൾ ലാലേട്ടൻ ഇനീഷ്യൽ സ്റ്റേജിൽ എന്ന് പറഞ്ഞില്ല, ബാക്കിയുള്ള ഹൗസ് മേറ്റ്സ് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് ഈ പോണ ഒരാളെ ആ ഒരു സേവ് ആക്കിയ ആളെ ഉള്ളിലോട്ട് വിളിച്ച് കഴിഞ്ഞിട്ട് കാണാൻ പറഞ്ഞു. ബട്ട് അഭിലാഷ് പോയി കോയിൻ ചൊരഞ്ഞപ്പം ആദില സേവ്ഡ് എന്ന് കാണിച്ചു. എന്നിട്ടൊരു പൂ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനാട്ടി മുന്നേ അവർ അതിലെ വീട്ടിലോട്ട് കയറിനകാട്ടി മുന്നേ തന്നെ നൂറും അനുമോളും പുറത്തേക്ക് വന്നു. അത് ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ലാലേട്ടൻ അപമാനിച്ച പോലെ തോന്നി എനിക്ക്. നൂറയും അനുമോളും അവരത് ഓവർ എക്സൈറ്റ്മെൻറ്റ് ചെയ്തതാണെങ്കിലും ദർ ഈസ് സംതിങ് റൂൾസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് തെറ്റിച്ചു. നൂറയും അനുമോളും ലാലേട്ടനെ അപമാനിച്ച പോലെ തന്നെയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. അത് ലാലേട്ടനെ അപമാനിച്ച പോലെ തന്നെയാണ്. സോ ലാലേട്ടനെ നല്ല ദേഷ്യത്തിലാണ്. ലാലേട്ടൻ പറഞ്ഞു ഐ എം ഗോയിങ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പിന്നെ വന്നിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ലാലേട്ടൻ്റെ പൊസിഷനിൽ ബിഗ് ബോസ് ഡയറക്റ്റ്ലി ആസ്ഡ് അക്ബർ ടു കോയിൻ എടുക്കാൻ പറഞ്ഞു. 2 കോയിനിൽ ഒരു ലക്ഷ്മി സേവ്ഡ്, റന ഫാത്തിമ എവിക്റ്റഡ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ റന ഈസ് ഗെറ്റിംഗ് എവിക്റ്റഡ്. റനയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എവിക്റ്റ് ആവുന്നത്. റന സെഡ്
ബൈ ടു ബിഗ് ബോസ് സീസൺ 7. ഒരു കുഴപ്പമില്ല, വളരെ പ്രായം കുറഞ്ഞൊരു കോണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഷീ സർവൈവ് ടിൽ എപ്പിസോഡ് 49. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. സ്റ്റിൽ മെച്യൂർഡ് ആണ്. ആര്യനെക്കാട്ടും സബുമാനെക്കാട്ടും കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് എനിക്ക് റന ഫാത്തിമനെ തോന്നിയിട്ടുണ്ട്. ഷീ പ്ലേഡ് വെൽ. എന്തായാലും റന നേരെ ലാലേട്ടനോട് വന്നു. ലാലേട്ടൻ റനയുടെ കഴിഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു. എന്നിട്ട് ലാലേട്ടൻ പിന്നെ വീട്ടിലോട്ട് കയറിയിട്ടില്ല. ലാലേട്ടൻ നേരെ കഴിഞ്ഞ ബോട്ടൽ ഫാക്ടറിയാണ് നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോയത്. അതിനെക്കുറിച്ച് പറഞ്ഞ് ലാലേട്ടൻ ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി. സോ ലാലേട്ടൻ ആംഗ്രിയിലാണ്. കാരണം നൂറ ആൻഡ് അനുമോൾ ഓവർ ഡ്രാമാറ്റിക്, ഓവർ എക്സൈറ്റഡ് ആയിട്ട് ലാലേട്ടനെ അപമാനിച്ചു. സോ അതിൻ്റെ ബേസിൽ ലാലേട്ടൻ പിന്നെ വീട്ടിലെ ആൾക്കാരൊന്നും കണ്ടൊന്നുമില്ല, നേരെ പോയി. പിന്നെ നേരെ വീട്ടിലോട്ട് ക്യാമറ ഫോക്കസ്. അതിൽ എല്ലാവരും റന ഫാത്തിമ പോയ സങ്കടത്തിൽ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെയും ആ ഓൾഡ് നെബിൻ ഷാനവാസ് ഡിസ്കഷൻ തന്നെ ഇങ്ങനെ അതിലും ഷാനവാസും പിന്നെ ആ സെയിം ടോപ്പിക് തന്നെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉളുപ്പില്ലാത്ത കുറേ കോണ്ടസ്റ്റൻസ്. ഇത് ഓൾറെഡി ലാലേട്ടൻ തന്നെ തള്ളിവിട്ട കേസ്, പിന്നെ അവർ അതിൽ കയറി പിടിച്ചിട്ട് ഒരു നോ ബ്രെയിൻ സാധനങ്ങളാണ്, ഒന്നും പറയാനില്ല. ബിന്നി വിഷമത്തിലാണ് റന ഫാത്തിമ പോയതിൽ. പിന്നെന്താണ്, അനീഷ് ബിന്നി ചെറിയ ചെറിയ കോൺവെർസേഷനും കാര്യങ്ങളും, അല്ലാണ്ട് മേജറായിട്ട് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഒരു കൂൾ ആവറേജ് ഇതിൽ പോയി ഇന്നത്തെ എപ്പിസോഡ്. നത്തിങ് ഗ്രേറ്റ്, നത്തിങ്. ഇനി വരും വീക്കിൽ എന്ത് കാണാം, എന്ത് വരുന്നു ഒക്കെ വെയിറ്റിംഗ് ആണ്. വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടോ, ചലഞ്ചേഴ്സ് ഉണ്ടോ, ഒന്നും അറിയില്ല. ഇനിയൊരു 50 ഡേയ്സും കൂടി ഉണ്ട്. വിൽ സി വാട്ട് വിൽ ഹാപ്പൻ. ഇതുവരെ ഈ ഒരു 50th എപ്പിസോഡിൽ ഞാൻ ബിഗ് ബോസ് സീസൺ 7 ഗ്രാഫ് ഇവിടെ അല്ല സെറ്റ് ചെയ്യണത്, ഏറ്റവും ലോവറിലാണ് ഞാൻ സെറ്റ് ചെയ്യണത്. ഐ ഹോപ്പ് ഇറ്റ് വിൽ ഇംപ്രൂവ് ഇൻ കമ്മിങ് ഡേയ്സ്. ദാറ്റ്സ് ഇറ്റ്. പോയി വരാം. ഹാവ് എ ഗുഡ് സൺഡേ. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.